CPM-ലെ ഒരു പ്രധാന വ്യക്തി അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു സംശയമില്ലാണ്ട് പറയും പിണറായി വിജയൻ എന്ന്. പിണറായിസം എന്ന് അതുകൊണ്ടാണല്ലോ പറയുന്നത്, പാർട്ടിക്കകത്തും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നിലധികം പേരാണ്. കോൺഗ്രസിനകത്ത് പിന്നെ ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ്. അവിടെ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടന്മാരാണ്. ആർക്കും ആകാം. മുഖ്യമന്ത്രി ആകണോ? എത്ര പേരെങ്ങനെ നിരന്ന് നിൽക്കുമെന്നറിയാം. 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്ത് പല ജനകീയ പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് LDF വലിയ സമരമൊക്കെ ചെയ്തു. നമുക്കറിയാം, സോളാറ്, ബാർക്കോഴ, ഇതിൻ്റെയൊക്കെ പേരിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നീങ്ങിയതൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അന്ന് CPM-ൻ്റെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് 15 കൊല്ലം ഇരുന്നു. അപ്പോൾ അന്ന് LDF നടത്തുന്ന ആ സമരത്തിൽ സമരനായകനായിട്ട് മുൻപിൽ നിൽക്കുന്നത് VS അച്യുതാനന്ദനാണ്. 2011 VS-നെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ എവിടെല്ലാം പാലം വലിച്ചു എന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നത്. അപ്പം 2011 LDF വന്നിരുന്നെങ്കിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായേ. അപ്പോൾ അങ്ങനെ കുതികാൽ വെട്ടിയതാണ്. VS-നെതിരെ പലയിടങ്ങളിലും കുതികാൽ വെട്ടൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പകൽ പോലുള്ള ഒരു സത്യവുമാണ്. അപ്പോൾ 2016 മുമ്പ് നടന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന LDF-ൻ്റെ ആ സമരത്തില് സമരനായകനായിട്ട് VS അച്യുതാനന്ദനെയാണ് മുന്നിൽ നിർത്തിയതൊക്കെ, സെക്രട്ടേറിയറ്റ് വളയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. പക്ഷെ 2016 അധികാരത്തിൽ വന്നത് പിണറായി വിജയനാണ്. അതിനു മുമ്പ് നമുക്കറിയാം, പാർട്ടി സമ്മേളനങ്ങളിലൂടെ VS വിഭാഗത്തെ മുഴുവൻ വീഴ്ത്തി ചിലരെയൊക്കെ തൻ്റെ പാർട്ടിലാക്കിക്കൊണ്ടാണ് അധികാരത്തിലേക്ക് വന്നത്. അങ്ങനെ 2016 അങ്ങനെ കാരണഭൂതന് അധികാരത്തിൽ വരികയും ചെയ്തു. 2016 മുതൽ ഇപ്പോൾ 10 വർഷമാകുന്നു തുടർച്ചയായി ഭരണവും കിട്ടിയപ്പോൾ 10 വർഷത്തിലേക്ക് അടുക്കുകയാണ്. ഒപ്പം പാർട്ടിയെയും ഭരണത്തെയും ഒരുപോലെ തന്നെ തൻ്റെ കാൽ കീഴിൽ നിർത്തി എന്നുള്ളതാണ്. സാധാരണ മുഖ്യമന്ത്രി ആയി കഴിയുമ്പോൾ പാർട്ടി കാര്യങ്ങളിൽ ഇടപെടാറില്ല. ഇപ്പൊ പാർട്ടി സെക്രട്ടറി ഉണ്ട്, പക്ഷേ എല്ലാം പിണറായി വിജയൻ പറയുന്നത് പോലെ തന്നെ MV ഗോവിന്ദൻ അനുസരിക്കുന്നു, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. അത് പിണറായി വിജയൻ 2016 മുതൽ അധികാരത്തിൽ വരുന്ന നാൾ മുതൽ അങ്ങനെ തന്നെയാണ്. 15 വർഷം പാർട്ടി സെക്രട്ടറി, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് 10 വർഷം. അപ്പോൾ 1/4 നൂറ്റാണ്ട്, 25 വർഷം പാർട്ടിയെ ഒന്നടങ്കം തൻ്റെ കാൽ ചുവട്ടിൽ നിർത്തി. നായനാരൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയും, എടോ അതെല്ലാം പിന്നെ AKG സെന്ററിൽ നിന്നാണ് തീരുമാനിക്കുന്നത്, പാർട്ടി സെക്രട്ടറി പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് VS-ന്റെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു പിണറായി പാർട്ടി സെക്രട്ടറി. അവിടെ നിന്നാണ് ചിലരെയൊക്കെ VS-ന്റെ ആൾക്കാരായിട്ട് അവിടെ നിയമിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ അനങ്ങാൻ പറ്റാത്ത സ്ഥിതി. അങ്ങനെ ഇത്രയും കൊല്ലം പാർട്ടിയെയും ഭരണത്തെയും മുമ്പോട്ട് കൊണ്ടുപോയി. ഇനിയും ഒരു 3-ാം അംഗത്തിനും ബാല്യമുണ്ട് എന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. അതെന്തായാലും അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് നിലമ്പൂർ ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ കരുത്തരായിട്ട് പിന്നെയും അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതേ അവസരത്തിൽ നമ്മൾ UDF-ലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന്റെ കാര്യം നോക്കണം. കോൺഗ്രസിനകത്ത് നമ്മൾ പലരുടെയും പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേട്ടതാണ്. രമേശ് ചെന്നിത്തല, VD സതീശൻ, K സുധാകരൻ, ശശി തരൂര്, ഇങ്ങനെ നീണ്ടു പോവുകയാണ് അതിനകത്തെ പട്ടിക. CPM-ൽ തന്നെ എടുത്താലും ഇത്തരത്തിലുള്ള സ്വാരസ്യങ്ങളുണ്ട്. എനിക്ക് മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥാനം വരണം, എനിക്ക് ഇന്ന സീറ്റ് വേണം. അത് ഏതൊരു പാർട്ടിക്കകത്ത് അതിനകത്ത് സ്വാഭാവികമായിട്ട് നേതാക്കന്മാർ തമ്മിൽ അസ്വാരസ്യങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ കാണും. പക്ഷേ AKG സെന്ററിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്നുള്ളത്. ഇന്ദിരാഭവനിലെ ജനലുകളും വാതിലുകളും കുറച്ച് തുറന്നു കിടക്കുന്നതുകൊണ്ട് അത് പുറത്തു വരുന്നു.
അതിന്റെ കുറെ മാധ്യമ പ്രവർത്തകർ ഇറങ്ങുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പല കാര്യങ്ങളും പുറത്തുണ്ട്. ഇതെല്ലാം ഇപ്പൊ BJP ഇല്ലായിരുന്നു. നമ്മൾ കുറെ നാൾ മുമ്പ് നോക്കിയ ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമല്ലേ അതിന്റെ ആ ഒരു അവരുടെ അഭിപ്രായങ്ങളുടെ സ്വരക്കേടുകളൊക്കെ മാറിയത്. ഇപ്പം ഒരു വിധത്തിൽ പക്ഷെ അതിനകത്തും ഇല്ലേ ഇത്തരത്തിലുള്ള പാളിച്ചകൾ പലതും രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏത് പാർട്ടിയിലും ഉണ്ട്. പക്ഷെ കോൺഗ്രസിലെ കുറച്ച് ജനാലകളൊക്കെ വിസ്താരമായി തുറന്നിട്ടേക്കുന്നുണ്ട്. ഈ അടുക്കള രഹസ്യ അങ്ങാടിപ്പാട്ട് എന്നുള്ള രീതിയിൽ അത് പുറത്തു വരുന്നു എന്നുള്ളതല്ലേ. അത് പിന്നെ CPM എന്ന് പറയുന്നത് കേഡർ പാർട്ടിയാണ്. അത് അതിൻ്റെ ചില സ്വഭാവങ്ങൾ നിലനിർത്തും. അത് പുറം ലോകത്തെ എടുത്തിട്ട് ചർച്ച ചെയ്യാൻ അവരെ അനുവദിക്കത്തില്ല. അതാണ് CPMന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഇപ്പം നമുക്കറിയാം ശശി തരൂര് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് ഇടയ്ക്കൊന്ന് ഉയർത്തി കാണിച്ചു. അത് പിന്നെ പെരുന്നേലെ പോപ്പായാലും അതുപോലെ തന്നെ ചില ക്രൈസ്തവ സംഘടനകളും അതുപോലെ പാണക്കാട്ട് തങ്ങളും ഒക്കെ തന്നെ വലിയ അംഗീകാരമാണ് അത് കൊടുത്തത്. അതിനോടൊപ്പം തന്നെ കെ സുധാകരനെ ഈ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി അനാരോഗ്യ പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം കെ സുധാകരൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലിസ്റ്റൊക്കെ ഏത് തരത്തിലാണ് എന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായി. ഹൈക്കമാൻഡിന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഹൈക്കമാൻഡ് അതിനകത്തുണ്ട്. KC വേണുഗോപാൽ വെട്ടി നിരത്തുകയാണ്. അവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പണ്ടത്തെ കെ സുധാകരൻ എന്താണെന്ന് ഓക്കെ, അത് ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യം. നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന അണികൾക്ക് വളരെ എന്താ പറയുന്ന വളരെ സംശയം ഇല്ലാണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റും. UDF നല്ല രീതിയിൽ മുൻതൂക്കം. പക്ഷേ അദ്ദേഹത്തിന്റെ അനാരോഗ്യം നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പൊ പിണറായി വിജയൻ 3ാം തരംഗം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തലമുറകൾക്ക് വഴിമാറി കൊടുക്കുക എന്നുള്ളത്, പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, ഈ കാര്യങ്ങൾ പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുക, അതൊക്കെയാണ് ഒരു നല്ല രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്. ഇപ്പൊ കെ സുധാകരൻ ആഴ്ചകൾ ഇപ്പൊ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ നടക്കാൻ പോലും വയ്യ. അദ്ദേഹത്തിന് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ ഈ മാധ്യമങ്ങളൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുക അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് പോലും പറയുന്നത് എന്താന്നുള്ള ഒരു ഇതില്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം പോകുന്നത്. ഇപ്പൊ അദ്ദേഹം ഒതുങ്ങിയല്ലോ. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് തന്നെ മനസ്സിലാക്കി കൊടുത്തു പലരും. കാരണം സുഖമില്ല, അദ്ദേഹം പ്രായാധിക്യം വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അത് നമ്മൾ അംഗീകരിക്കേണ്ടുന്ന കാര്യമുണ്ട്. പഴയ പുലിയാണെന്ന് പറഞ്ഞാൽ പുലിയുടെ പല്ലൊക്കെ കൊഴിയുമ്പോൾ ആ പഴയ പ്രതാപം കാണണമെന്നില്ല. പക്ഷേ പുലികൾക്കും ഈ പറഞ്ഞോണം പല്ല് കൊഴിഞ്ഞ പുലികൾക്കും കുട്ടിപ്പുലികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇര പിടിക്കുക, അല്ലെ ഇങ്ങനെ ഇത് ചെയ്യുന്നു. അപ്പം തീർച്ചയായിട്ടും കെ സുധാകരൻ ഒരു നിർണായക ഘടകം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി അത് മനസ്സിലാക്കി പുറകോട്ട് നിൽക്കുന്നുണ്ട്. ഇനി അദ്ദേഹം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലമുറകൾക്ക് തന്റെ കാര്യങ്ങൾ കൈമാറിക്കൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക. അത് ഏത് പാർട്ടിയാണെങ്കിൽ ഇപ്പൊ നാളെ നരേന്ദ്രമോദി ഇനിയിപ്പോൾ അടുത്ത തവണ ഉണ്ടാവുമെന്ന് നമുക്ക് എന്താ പ്രായമായി വരുന്നു. പിണറായി വിജയന് പറ്റില്ല. പിണറായി വിജയൻ എന്തായാലും അത് MV ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത പിണറായി വിജയനാണ് അടുത്ത മുഖ്യമന്ത്രി ആകുമെന്നുള്ളത് ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. കാരണം അടുത്ത തലമുറകൾക്ക് കൈമാറിയേ പറ്റൂ, അടുത്ത വ്യക്തിക്ക് കൈമാറണം. ഞാൻ തന്നെ ഇരിക്കണമെന്നുള്ളത് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് കെ സുധാകരന്റെ കാര്യം മാറ്റിവെക്കും. പിന്നെ ഈ കോൺഗ്രസ് പാർട്ടി അവരെന്ത് തീരുമാനം, ഘടകകക്ഷികളോ അല്ലെങ്കിൽ മറ്റുള്ള ലീഗോ ക്രിസ്ത്യൻ സംഘടനകളോ അല്ലല്ലോ പാർട്ടിയുടെ കാര്യം തീരുമാനം. അവർക്കത് തീരുമാനിക്കാനുള്ള തൻ്റെ ഇടമുണ്ട്, ബുദ്ധിയുണ്ട്, കൂർമ്മതയുണ്ട്. അത് അവർ തീരുമാനിക്കട്ടെ. അപ്പോൾ കെ സുധാകരന് അനാരോഗ്യ പ്രശ്നം എന്നുള്ള പേരിലാണ് മാറ്റി നിർത്തിയത്. കെ സുധാകരൻ ശക്തമായ നീക്കമൊക്കെ നടത്തിക്കൊണ്ടിരുന്നു 2026 കാര്യത്തിനകത്ത്. പിന്നീട് വരുമ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനുമാണ് നിൽക്കുന്നത്. VD സതീശന് ഇപ്പോൾ നിലമ്പൂരിലെ വിജയത്തിന് പിന്നിലുള്ള അധ്വാനവും PV അൻവറിന് UDFിലേക്കുള്ള രംഗപ്രവേശം അനുവദിക്കാത്തതും ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായ കാര്യം. അത് VD സതീശന് കൂടുതൽ സാധ്യതയിലേക്ക് തെളിയുകയാണ്. അപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള ഒരു മത്സരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അതിനിടയ്ക്ക് വേറെ ചിലർ വരും. അത് പിന്നെ ആരാണെന്നും ഒക്കെ ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ 2 പേർ തമ്മിലുള്ള പോരായിരിക്കും അതിശക്തമാകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പിണറായിക്കെതിരെ ഒരു പടയൊരുക്കമൊക്കെ ഉണ്ടെങ്കിലും അത് പ്രകടമായി രംഗത്തേക്ക് വരില്ല. അത് കുറച്ച് സമയം എടുക്കും. മരുമോനിസം വന്നു കഴിയുമ്പോൾ ആയിരിക്കും ആ പടയൊരുക്കം രംഗത്ത് വരാൻ പോകുന്നത്.
അപ്പോൾ പിണറായി വിജയൻ തന്നെ രംഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് CPM-ന്റെ ഇവിടെ ഇപ്പോഴും ഭരണം കൈക്കൽ എത്താൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോരടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് PD സതീശനും രമേശ് ചെന്നിത്തലയും. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവായിരിക്കണമല്ലോ അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടത്, ഭൂരിപക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാര്യം എന്താകും? നമ്മുടെ ചർച്ച അവസാനിക്കാറായി. അതിനിടയ്ക്ക് മരമോനിസം എന്ന് സാറ് പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഈ ചില 2K കിഡ്സ് ഒക്കെ പറയുന്നത് അന്തവൈവെന്ന്. മോനിസം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ പിണറായിയുടെ ഒരു ഗുണം കാണി ചിലപ്പോൾ അറിയത്തില്ല, അടുത്ത ഒരു 3-ാം തരംഗത്തിലേക്ക് പോയി. മരുമോനിസം അല്ലേ, മരുമോനിസം എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് ഇടിഞ്ഞും പുളിഞ്ഞും പോയിക്കൊണ്ടിരിക്കുന്നു. അതെന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.